സർ, ഇതുവരെയുള്ള എന്റെ ഒബ്സർവേഷനും തെളിവുകളും ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഷാൽ ഐ റീഡ് ഇറ്റ്? യെസ്. ജൂൺ 29 കേരളദേശം പാർട്ടി അവരുടെ നിയമസഭാ കക്ഷി നേതാവായി KGR തെരഞ്ഞെടുക്കുന്നു. കഴുത്തൂട്ടം വാസുദേവൻപിള്ള നേതാവായി തെരഞ്ഞെടുക്കപ്പെടും എന്നായിരുന്നു കരുതിയിരുന്നത്. ജൂൺ 30 KGR മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എരിഞ്ഞോളി അബൂബക്കർ, കഴുത്തുമുട്ടം വാസുദേവൻപിള്ള, മത്തായി തോമസ് പാപ്പച്ചൻ എന്നീ ഭരണകക്ഷി MLA-മാർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. വിശ്വ അന്ന് രാത്രി കഴുത്തുമുട്ടത്തിന്റെ വീട്ടിൽ വെച്ച് അവരെ കാണുന്നു. പാപ്പച്ചൻ വിശ്വത്തെ സമാധാനിപ്പിച്ച് അയക്കുന്നു. തുടർന്ന് അയാൾ പാർട്ടി പ്രസിഡന്റ് കൈമളിനെ കാണുന്നു. അയാളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊള്ളാമെന്ന് കൈമൾ അയാൾക്ക് ഉറപ്പു കൊടുക്കുന്നു. ജൂലൈ 5 കേരളദേശം പാർട്ടി എക്സിക്യൂട്ടീവിൽ തീരുമാനിച്ച മറ്റുള്ള 5 മന്ത്രിമാരുടെ പേരുകളിൽ പാപ്പച്ചന്റെയോ അബൂബക്കറുടെയോ അവരുടെ ലോബിയിൽപ്പെട്ട ആരുടെയും പേരുകൾ ഉണ്ടായിരുന്നില്ല. ഒരു ആശ്വാസത്തിന് വേണ്ടി കഴുത്തുമുട്ടത്തിനെ സ്പോർട്സ് മന്ത്രിയാക്കാമെന്ന് പറയുന്നു. അയാൾ അത് നിരസിക്കുന്നു. KGR-ന്റെ പെരുമാറ്റത്തിലും ഭാവത്തിലും അയാൾ ഭരണത്തിന്റെ നിയന്ത്രണം സ്വയം ഏറ്റെടുത്തതായി അവർക്ക് തോന്നി. മദ്യനയത്തിന്റെ കാര്യത്തിൽ വിശ്വത്തിനോ അയാളുടെ ആളുകൾക്കോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു തീരുമാനങ്ങളും ഉണ്ടാവില്ല എന്നയാൾ പറയുന്നു. കൂടാതെ പ്രൈവറ്റ് ഡിസ്റ്റിലറീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനും തീരുമാനിക്കുന്നു. 1.5 കോടി രൂപയോളം ഇലക്ഷന് മുടക്കിയ വിശ്വത്തിന് കിട്ടിയ ആദ്യത്തെ ഷോക്ക്. ജൂലൈ 9 പാർട്ടി പ്രസിഡന്റ് കൈമൾ CM-നെ ഓഫീസിൽ വെച്ച് കാണുന്നു. മദ്യനയത്തിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് CM-നോട് കൈമൾ നിർബന്ധിക്കുന്നു. സാധ്യമല്ലെന്ന് CM തീർത്തു പറയുന്നു. തുടർന്ന് ഗസ്റ്റ് ഹൌസിൽ വെച്ചവർ യോഗം ചേരുന്നു. KGR-നെതിരെ രാഷ്ട്രീയ നീക്കങ്ങളോട് പ്രയോജനമില്ലെന്ന തീരുമാനത്തിലെത്തുന്നു. 2 ദിവസത്തിനകം തന്റെ തീരുമാനം അറിയിക്കാമെന്ന് പറഞ്ഞ് വിശ്വം പിരിയുന്നു. ജൂലൈ 25 മദ്രാസ് വിശ്വം അയാളുടെ സുഹൃത്തായ മുനിയാണ്ടി തേവർ എന്ന ബിസിനസ്സുകാരനെ കാണുന്നു. അയാളുടെ വീട്ടിൽ വെച്ച് KGR-നെ അസാസിനേറ്റ് ചെയ്യാൻ പ്ലാൻ ഇടുന്നു. അയാളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു വാടക കുലാളിയോ സഹായം അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ആ തേവർ എവിടെയാണ്? He is a businessman holding a Malaysian passport and he is a suspected smuggler also. അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയാൾ മദ്രാസ് സന്ദർശിക്കും. പക്ഷേ മദ്രാസ് പോലീസിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവരുടെ പക്കൽ അയാൾക്കെതിരെ വ്യക്തമായ ചാർജ് ഒന്നുമില്ല. അതുകൊണ്ട് ഇന്റർപോളിനോ മലേഷ്യൻ പോലീസിനോ നമ്മളെ സഹായിക്കാനാവില്ല. But I have requested the Crime Branch Headquarters Madras to inform us immediately if this Tevar is found again in Madras.